ഹലോ, വെൽക്കം ബാക്ക് ടു HS4 വീഡിയോസ്. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ല കിട്ടിലൊരു ജ്യൂസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത ചക്കയാണ്, നല്ല വരിക്ക ചക്കയാണ്, നല്ല മധുരമുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തതാണ്. പിന്നെ ഞാനൊരു ഹാഫ് പാലെടുത്തിട്ടുണ്ട്, നല്ല കട്ട പാലാണ്. പിന്നെ 3 ഈത്തപ്പഴം, പിന്നെ 5 ബദാം, പിന്നെ അത്യാവശ്യം പഞ്ചസാര. ഇനി ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിൽ ചക്കയും പിന്നെ നമ്മളുടെ ഹാഫ് പാലും അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിരുന്നു അടിച്ചെടുക്കണം. പഞ്ചസാര ആഡ് ചെയ്തെടുക്കുക, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, ഞാനെടുത്ത ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ഈത്തപ്പഴവും ബദാമും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇത് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബദാം കട്ടിയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചതക്കുന്നതാണ്, എന്നാൽ പിന്നെ കുറച്ച് പൊടി പോലെ കിട്ടും. അപ്പോൾ എല്ലാം ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ കാണിച്ച ചക്കയിൽ 2 ചക്ക ഞാൻ മാറ്റി വെച്ചിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്താൽ മതി. ഞാനൊരു ഗ്ലാസ് ജ്യൂസാണ് അടിക്കുന്നത്, അതിനനുസരിച്ചാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജ്യൂസ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു ഫസ്റ്റ് ലെയർ ഒന്ന് ഇട്ടെടുക്കാം. ചക്കയുടെ പീസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക അതിനെ കൊണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബദാമും ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ ഈത്തപ്പഴം കൂടി ആഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ച് ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പകുതിയെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റി ജ്യൂസാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസും കൂടിയാണ്. നല്ല ഈത്തപ്പഴം ബദാമൊക്കെ നല്ല ഹെൽത്തി ആയ സാധനങ്ങളാണ്. അതുപോലെ തന്നെ ചക്ക ഇതൊക്കെ ഹെൽത്തിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ടത്. ഇതൊന്നും ഇടാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്യാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ചൂടുകാലത്തൊക്കെ നല്ല പറ്റിയ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.